ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മളൊരു തോരനാണ് ചെയ്യാൻ പോകുന്നത്. റാഡിഷ് അല്ലെങ്കിൽ മുള്ളങ്കി. അപ്പം റാഡിഷ് അതിൻ്റെ ലീഫും കൂടി ചേർത്താണ് അപ്പം ഇന്നൊരു തോരൻ വെക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയ റാഡിഷ് അല്ല. ഇത് നിഖിലേട്ടൻ്റെ സ്കൂളിൽ അവർ ഗാർഡനിൽ കൃഷി ചെയ്ത റാഡിഷാണ്. ഞാൻ സാധാരണ റാഡിഷ് കഴിച്ചിട്ടുള്ളത് നമ്മൾ ഷവർമ്മ വാങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് ഉപ്പിലിട്ടിട്ട് കിട്ടുമല്ലോ, അങ്ങനെയുള്ള റാഡിഷ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഏട്ടൻ ഇങ്ങനെ സ്കൂളിൽ നിന്ന് കൊണ്ടു തന്നിട്ടാണ് ഞാൻ റാഡിഷ് ഉപ്പേരി തോരൻ വെച്ചിട്ടും അതുപോലെ കറിയിലിട്ടിട്ടും കഴിക്കാൻ തുടങ്ങിയത്. ഇത് പൊതുവേ ഒരു എരിവുള്ളൊരു വെജിറ്റബിൾ ആണല്ലോ, അതുപോലെ നല്ലോണം വാട്ടർ കണ്ടൻ്റ് ഉള്ള വെജിറ്റബിളുമാണ്. പക്ഷേ എൻ്റെ വീട്ടിലൊന്നും ഇത് തോരൻ വെച്ചിട്ടോ കറിയിലിട്ടിട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താ എനിക്കറിയില്ല, പൊതുവെ നമ്മുടെ നാട്ടിലൊന്നും ഇത് അത്ര ഫേമസ് അല്ല തോന്നുന്നു റാഡിഷ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് തോരൻ വെച്ച അടിപൊളിയാണ്. ഇപ്പം എൻ്റെ ഫേവറേറ്റ് ഒരു തോരനിൽ റാഡിഷ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ലീഫും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇന്ന് ഒരു തോരൻ വെക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ ദിവസം കൊണ്ടു തന്നതാണ്. അപ്പം ഞാൻ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഫ്രഷ്നെസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ലീഫിൻ്റെ. അപ്പോൾ നമുക്കിതൊന്ന് ഇനി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ലീഫൊക്കെ വെജിറ്റബിൾസിൻ്റെ കിട്ടുകയാണെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് തോരൻ വെക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഫസ്റ്റ് ടൈം ഞാനിത് റാഡിഷ് മാത്രമായിട്ട് കിട്ടിയ സമയത്ത് അങ്ങനെ റാഡിഷ് മാത്രമായിട്ട് തോരൻ വെച്ചു. പക്ഷേ ഈ ലീഫും കൂടെ ചേർത്ത് വെച്ചപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ലീഫൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അതുപോലെ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ആർക്കെങ്കിലും ലീഫൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇനിയൊക്കെ ആരെങ്കിലും ഷോപ്പിലൊക്കെ പോകുമ്പോൾ റാഡിഷ് കണ്ടാൽ വാങ്ങാതിരിക്കണ്ട. നമ്മൾ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ വാങ്ങുന്ന പോലെ തന്നെ റാഡിഷും നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പം നല്ലൊരു വെജിറ്റബിളാണ് ഇത്. സാമ്പാറിലൊക്കെ ഇട്ടാൽ അടിപൊളിയാട്ടോ. പിന്നെ ഇത് റാഡിഷ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഉപ്പിലിട്ടിട്ട് കഴിക്കാൻ നല്ലതാണ്. അപ്പം നമ്മൾ ഈ ഷവർമ്മ ഒക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് ക്യാരറ്റിൻ്റെ കൂടെ ഒരു വൈറ്റ് കളറിൽ കിട്ടുന്ന റാഡിഷാണ്. അപ്പം ഓൾമോസ്റ്റ് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് റാഡിഷ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതിൽ പകുതി റാഡിഷും ലീഫും ഞാൻ അടുത്ത ദിവസത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം മുഴുവൻ എടുത്തിട്ടില്ല, ഞങ്ങൾക്ക് അത്ര മതി. ഞങ്ങൾ 2 പേരെ കഴിക്കാനുള്ളൂ, മോനും ഉള്ളൂ. അപ്പം അത്ര മതി. അപ്പം ഞാൻ കുറച്ച് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അതിൻ്റെ ഇടയിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് റാഡിഷും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം ഞാൻ റാഡിഷ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കാം. ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ കട്ട് ചെയ്യാൻ കുറച്ചുകൂടെ നൈസായിട്ട് കിട്ടുമല്ലോ. ക്യാരറ്റൊക്കെ ഞാനിപ്പോൾ ഉപ്പേരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചോപ്പറിലാണ് കട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പം വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് എനിക്കറിയില്ല, ചിലപ്പോൾ ചോപ്പറിൽ കൂടുതൽ ഗ്രൈൻഡായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് കട്ട് ചെയ്യാം. ഇനി നമുക്ക് തോരനിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് വേണം. അതുപോലെ ഒരു 3 ചെറിയ ഉള്ളി വേണം, 2 പച്ചമുളക്, ഒരു നുള്ള് ജീരകം വേണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചതച്ചെടുത്താൽ മതി, കൂടുതലായിട്ട് അരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചതയ്ക്കുക. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതുപോലെ ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ തേങ്ങയിൽ യൂസ് ചെയ്തിട്ടുണ്ട്, എന്നാലും കുറച്ച് ജീരകം നമുക്ക് വെളിച്ചെണ്ണയിൽ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് കരിവേപ്പില ചേർക്കാം. ഇതിൻ്റെ കൂടെ 2 വറ്റൽമുളകും ചേർക്കുന്നത് നല്ലതാണ്. ഞാൻ പിന്നെ കുട്ടികളുള്ളതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് ഒഴിവാക്കുന്നേ ഉള്ളൂ. അപ്പം ഇഷ്ടമുള്ളവർ അതും കൂടെ ഒന്ന് ചേർക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ച റാഡിഷ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റാഡിഷ് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് റാഡിഷും ലീഫും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എക്സ്ട്രാ വാട്ടറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഓയിലിൽ പിന്നെ റാഡിഷിൽ ഓൾറെഡി വാട്ടർ ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ തേങ്ങയിൽ സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മളുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ തേങ്ങയുടെയും അതുപോലെ ജീരകത്തിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി എല്ലാവരും ഷോപ്പിലൊക്കെ പോകുമ്പം ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ വാങ്ങുന്ന പോലെ എല്ലാവരും ഒന്ന് റാഡിഷും ഒന്ന് വാങ്ങി ഇതുപോലെ തോരനൊക്കെ വെക്കാൻ ശ്രമിക്കുക കേട്ടോ. നല്ലൊരു വെജിറ്റബിളാണ്. അപ്പം നമ്മളുടെ തോരൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യാം. അപ്പം എല്ലാവരും ഒന്ന് റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം റാഡിഷ് നമ്മളെ ഫുഡിൽ എല്ലാവരും ഉൾപ്പെടുത്താനും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.